നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ സാമൂഹ്യശാസ്ത്ര മേഖലയിലെ 2ാം ഭാഗമാണ്. ഓൾറെഡി നമ്മൾ സാമൂഹ്യശാസ്ത്ര മേഖലയിലെ 1ാം ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ഭാഗമാണ് സുഹൃത്തുക്കളെ. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. ഹാരപ്പൻ സംസ്കാരം രൂപപ്പെട്ടത് സിന്ധു നദിയുടെ തീരത്താണ്. ഹാരപ്പൻ സംസ്കാരം രൂപപ്പെട്ടത് സിന്ധു നദിയുടെ തീരത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെ തീരത്ത് കുടിയേറി പാർത്ത ജനവിഭാഗമാണ് ആര്യന്മാര്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദിയുടെ തീരത്ത് കുടിയേറി പാർത്ത ജനവിഭാഗം എന്ന് ചോദിച്ചാൽ അത് ആര്യന്മാരായിരുന്നു. ആര്യന്മാരെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചത് വേദങ്ങളിലൂടെയാണ്. പഠിച്ചോളനെ, ആര്യന്മാരെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചത് വേദങ്ങളിലൂടെയായിരുന്നു. വേദഭാഷ എന്നറിയപ്പെടുന്നത് സംസ്കൃതമാണ്. വേദഭാഷ എന്നറിയപ്പെടുന്നത് സംസ്കൃതമാണ്. വായ്മൊഴിയായി ആദ്യകാലങ്ങളിൽ വേദഭാഷ പ്രചരിച്ചു. അപ്പോൾ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് വേദഭാഷ പ്രചരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായ്മൊഴിയായിട്ടായിരുന്നു. വേദകാലങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടത്തെ വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വേദകാലഘട്ടം എന്ന പേരിൽ വിളിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹാരപ്പ സംസ്കാരം രൂപപ്പെട്ടത് സിന്ധു നദിയുടെ തീരത്താണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദിയുടെ തീരത്ത് കുടിയേറി പാർത്ത ജനവിഭാഗമായിരുന്നു ആര്യന്മാർ. ആര്യന്മാരെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചത് വേദങ്ങളിൽ നിന്നുമാണ്. വേദഭാഷ എന്നറിയപ്പെടുന്നത് സംസ്കൃതമാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. വേദഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണ്? സംസ്കൃതമാണ്. പഠിക്കുക. വായ്മൊഴിയായാണ് ആദ്യകാലങ്ങളിൽ വേദഭാഷ പ്രചരിച്ചത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടത്തെ നമ്മൾ വേദകാലഘട്ടം എന്ന പേരിൽ പറയുന്നു. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് വേദകാലഘട്ടം. BC 1500 മുതൽ 600 വരെ വേദകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. എന്താണ് വേദകാലഘട്ടം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. BC 1500 മുതൽ 600 വരെ വേദകാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യമായി രചിക്കപ്പെട്ട വേദം ഋഗ്വേദം. പ്രീവിയസ് ചോദ്യമാണ്. ആദ്യമായി രചിക്കപ്പെട്ട വേദം ഏതാണ്? ഋഗ്വേദമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്ന വേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദമാണ്. ആദ്യമായി രചിക്കപ്പെട്ട വേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദമാണ്. ഏറ്റവും പഴക്കം ചെന്ന വേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാലഘട്ടം ഋഗ്വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നു. BC 1500 മുതൽ 1000 വരെയാണ് ഋഗ്വേദ കാലഘട്ടം ഉണ്ടായിരുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം BC 1500 മുതൽ 1000 വരെ ആയിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് കന്നുകാലികൾക്കായിരുന്നു കേട്ടോ. അത് പഠിച്ചോളനെ. ഋഗ്വേദ കാലഘട്ടത്തിലെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിരുന്നത് കന്നുകാലികൾക്കായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ തന്നെ കന്നുകാലി വളർത്തലായിരുന്നു. അപ്പോൾ ഋഗ്വേദ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിരുന്ന ജീവിവിഭാഗം ചോദിച്ചാൽ അത് കന്നുകാലികൾക്കായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ തന്നെ എന്തായിരുന്നു? കന്നുകാലി വളർത്തലായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, വേദകാലഘട്ടം എന്ന് പറയുന്നത് BC 1500 ആരംഭിച്ച് 600 വരെ എത്തി നിൽക്കുന്നതാണ് നമ്മുടെ വേദകാലഘട്ടം എന്ന് പറയുന്നത്. ആദ്യമായി രചിക്കപ്പെട്ട വേദം എന്ന് ചോദിച്ചാൽ ഋഗ്വേദമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്ന വേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാലഘട്ടം ഋഗ്വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഇത് BC 1500 മുതൽ 1000 വരെ നീണ്ടു നിന്നു. BC 1500 മുതൽ ആരംഭിച്ച് BC 1000 വരെ നീണ്ടു നിന്നു. BC കുറഞ്ഞാണ് വരുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. BC വർഷം കുറഞ്ഞു വന്നാണ് AD എത്തുന്നത് കേട്ടോ. അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ
നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ കൂടുതലായി പ്രാധാന്യം കന്നുകാലികൾക്കായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തില് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിരുന്ന ജീവിവിഭാഗം ചോദിച്ചാൽ അത് കന്നുകാലികൾക്കായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ തന്നെ എന്തായിരുന്നു? കന്നുകാലി വളർത്തലായിരുന്നു. കർഷകർ പ്രാർത്ഥിച്ചിരുന്നത് കന്നുകാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗം നടത്തിയിരുന്നത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് എ.എൽ. ബാഷാമാണ്. ആരാണ്? എ.എൽ. ബാഷാമാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടി പറയട്ടെ സുഹൃത്തുക്കളെ. കർഷകർ പ്രാർത്ഥിച്ചിരുന്നത് കന്നുകാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തിരുന്നത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗം നടത്തിയിരുന്നത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഇങ്ങനെ പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് എ.എൽ. ബാഷാമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന വിള ബാർലി ആയിരുന്നു. അതായത് നമ്മുടെ വേദ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന വിള ചോദിച്ചാൽ അത് ബാർലി ആയിരുന്നു. ഏതാ സുഹൃത്തുക്കളെ? ബാർലി ആയിരുന്നു. പഠിച്ചോളേ, വേദ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന വിള ഏതായിരുന്നു? ബാർലി ആയിരുന്നു. ഇനി സുഹൃത്തുക്കൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക. വേദകാലഘട്ടം 1500 മുതൽ 600 BC വരെയാണ്. BC പയ്യെ താഴേക്കാണ് പോകുന്നത് നമുക്കറിയാലോ. അപ്പോ BC 1500 മുതൽ BC 600 വരെയായിരുന്നു ഈ വേദകാലഘട്ടത്തെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതാണ് ഋഗ്വേദ കാലഘട്ടവും പിൽക്കാല വേദ കാലഘട്ടവും. ഋഗ്വേദ കാലഘട്ടവും പിൽക്കാല വേദ കാലഘട്ടവും. കാലവേദ കാലഘട്ടം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് 1500 BC 1500 ആരംഭിച്ച് 1000 എന്ത് ചെയ്തു? അവസാനിച്ചു. പിൽക്കാല വേദ കാലഘട്ടം എന്ന് പറയുന്നത് 1000 ആരംഭിച്ച് BC 1000 ആരംഭിച്ച് BC 600 വരെ നീണ്ടു നിന്നു പിൽക്കാല വേദ കാലഘട്ടം. പിൽക്കാല വേദ കാലഘട്ടം ആരൊക്കെയായിരുന്നു? സാമവേദം, യജുർവേദം, അഥർവവേദവുമായിരുന്നു. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയൊക്കെയായിരുന്നു. ഈ ഭാഗം സുഹൃത്തുക്കളൊന്ന് പഠിക്കുക. കന്നുകാലികൾ വളർത്തിയിരുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ ഗോത്രം എന്നറിയപ്പെട്ടിരുന്നു. കന്നുകാലികൾ വളർത്തിയിരുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ ഗോത്രം എന്നറിയപ്പെട്ടിരുന്നു. ഗോത്രത്തിന്റെ തലവന്മാരെ രാജൻ എന്നറിയപ്പെട്ടിരുന്നു. ഗോത്രത്തിന്റെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു രാജൻ എന്ന്. ആദ്യമായി കുതിരകളെ ഇണക്കി വളർത്തിയത് ആര്യന്മാരാണെന്ന് കരുതപ്പെടുന്നു. ആദ്യമായിട്ട് കുതിരകളെ ഇണക്കി വളർത്തിയത് ആര്യന്മാരാണെന്ന് കരുതപ്പെടുന്നു. ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും ഇവർ ആയുധങ്ങൾ നിർമ്മിച്ചു. ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും ഇവർ ആയുധങ്ങൾ നിർമ്മിച്ചു. ആര്യന്മാർ അവർക്ക് പുറത്തുള്ള മറ്റു ഗോത്രക്കാരെ കീഴടക്കുകയും അവരുടെ കന്നുകാലികളെ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ആര്യന്മാര് അവർക്ക് പുറത്തുള്ള മറ്റു ഗോത്രക്കാരെ കീഴടക്കുകയും അവരുടെ കന്നുകാലികളെ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കന്നുകാലികൾ വളർത്തിയിരുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ ഗോത്രം എന്നറിയപ്പെടുന്നു. ഗോത്രത്തിലെ തലവന്മാരെ രാജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യമായി കുതിരകളെ ഇണക്കി വളർത്തിയത് ആര്യന്മാരാണെന്ന് കരുതപ്പെടുന്നു. ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും ഇവർ ആയുധങ്ങൾ നിർമ്മിച്ചു. ആര്യന്മാർ അവർക്ക് പുറത്തുള്ള മറ്റു ഗോത്രക്കാരെ കീഴടക്കുകയും അവരുടെ കന്നുകാലികളെ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കീഴടക്കി കൊണ്ടുവരുന്ന മറ്റു ഗോത്രക്കാരെ ദാസന്മാരെന്നും അതുപോലെ ദസ്യുക്കൾ എന്നും അറിയപ്പെട്ടിരുന്നു. പഠിച്ചോളണേ. ഇങ്ങനെ കീഴടക്കി കൊണ്ടുവരുന്ന മറ്റു ഗോത്രക്കാരെ ദാസന്മാരെന്നും ദസ്യുക്കൾ എന്നും അറിയപ്പെടുന്നു. എന്താണ്? ദസ്യുക്കൾ എന്നും അറിയപ്പെട്ടിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ മനുഷ്യൻ ആരാധിച്ചിരുന്നത് ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് എന്നീ ദേവതമാരെയുമായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തില് മനുഷ്യർ ആരാധിച്ചിരുന്നത് ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് എന്നീ ദേവതമാരെയുമായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറം നൽകിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറം നൽകിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, ആര്യന്മാര് അവർക്ക് പുറത്തുള്ള ഗോത്രക്കാരെ ആക്രമിക്കുമെന്നും അവരെ കീഴ്പ്പെടുത്തുമെന്നും ഇങ്ങനെ കീഴടക്കി കൊണ്ടുവരുന്ന മറ്റു ഗോത്രക്കാരെ ദാസന്മാരെന്നും ദസ്യുക്കൾ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ദാസന്മാരെന്നും ദസ്യുക്കൾ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ഋഗ്വേദ കാലഘട്ടത്തിൽ മനുഷ്യൻ ആരാധിച്ചിരുന്ന പ്രധാനമായിട്ടും ഇന്ദ്രനെയും വരുണനെയും അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് എന്നീ ദേവതമാരെയുമായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറം നൽകിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രത്തിൽ കണ്ടോ? ഇതാണ് കേട്ടോ സുഹൃത്തുക്കൾ നമ്മൾ ഋഗ്വേദ കാലഘട്ടത്തിലെ കണ്ടെത്തിയിട്ടുള്ള മൺപാത്രം. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം പഠിക്കുക. ഇനിയാണ് നമ്മൾ പിൽക്കാല വേദ കാലഘട്ടത്തെ പറ്റി നോക്കാൻ പോകുന്നത്. ഇതോടുകൂടി ഋഗ്വേദ കാലഘട്ടം അവസാനിച്ച് ഇനി ബാക്കി നിൽക്കുന്ന ആരാണ്? നമ്മുടെ പിൽക്കാല വേദ കാലഘട്ടമാണ്. നമുക്ക് അതെന്തെന്ന് നോക്കാം. BC 1000 മുതൽ BC 600 വരെ നീണ്ടു നിന്നിരുന്ന കാലഘട്ടമാണ് പിൽക്കാല വേദ കാലഘട്ടം. BC 1000 മുതൽ
BC 600 വരെ നിലനിന്നിരുന്ന കാലഘട്ടമാണ് പിൽക്കാലവേദ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. പിൽക്കാലവേദ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു കരുതപ്പെടുന്ന വേദങ്ങളാണ് സാമവേദം, യജുർവേദം, അഥർവവേദം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞേ പിൽക്കാലവേദ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന വേദങ്ങളാണ് സാമവേദം, യജുർവേദം, അഥർവവേദം. പിൽക്കാലവേദ കാലഘട്ടം രൂപപ്പെട്ടത് ഗംഗാ നദിയുടെ തീരത്താണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. പിൽക്കാലവേദ കാലഘട്ടം രൂപപ്പെട്ടത് ഗംഗാ നദിയുടെ തീരത്ത് നിന്നാണ്. ഗംഗാ നദിയുടെ തീരത്തേക്ക് ആര്യന്മാരെ ആകർഷിച്ചതിന്റെ കാരണം ചോദിച്ചാൽ ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന കലഹങ്ങള്, പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം, ജനസംഖ്യയുടെ വർധനവ്. ഇതോടുകൂടി അവിടെ നിലനിൽക്കാൻ പറ്റാതെയായി ആര്യന്മാർക്ക്. അങ്ങനെ ഒരു കൂട്ടം ആര്യന്മാർ എങ്ങോട്ട് മാറി സുഹൃത്തുക്കളെ? നമ്മുടെ ഗംഗാ നദിയുടെ തീരത്തേക്ക് അവര് താമസം മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, BC 1000 മുതൽ BC 600 വരെ നീണ്ടു നിന്നിരുന്ന കാലഘട്ടമാണ് പിൽക്കാലവേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. പിൽക്കാലവേദ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന വേദങ്ങളാണ് സാമവേദം, യജുർവേദം, അഥർവവേദം. പിൽക്കാലവേദ കാലഘട്ടം രൂപപ്പെട്ടത് ഗംഗാ നദിയുടെ തീരത്താണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പിൽക്കാലവേദ കാലഘട്ടം രൂപപ്പെട്ടത് ഗംഗാ നദിയുടെ തീരത്താണ്. ഗംഗാ നദിയുടെ തീരത്തേക്ക് ആര്യന്മാരെ ആകർഷിച്ചതിന് കാരണം എന്തൊക്കെയെന്ന് ചോദിച്ചാല് ആര്യന്മാരുടെ ഗോത്രങ്ങൾക്കിടയിൽ തന്നെ കലഹങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ ഗോത്രങ്ങൾ ഇതോടെ ഉത്ഭവിക്കുവാൻ തുടങ്ങി. ജനസംഖ്യയുടെ വർധനവ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സമതലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ സുഹൃത്തുക്കളെ ചിത്രത്തിലെ? ഇതാണ് നമ്മുടെ ഗംഗാ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും ചേരുന്നതാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഈ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക സുഹൃത്തുക്കള്: പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാള്. ഡൗട്ടിലെ സുഹൃത്തുക്കളെ പഠിച്ചോളണേ. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാള്. ഒന്നുകൂടി പറയാം: പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബംഗാള്, ബീഹാർ. ഇത്രയും ഭാഗത്താണ് ആര് കിടക്കുന്നത്? നമ്മുടെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നതെന്ന്. ഇതിൽ തന്നെ പഞ്ചാബും ഹരിയാനയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഏകദേശം ബോർഡർ പോയിന്റ് വരെ ആര് കിടപ്പുണ്ട്? നമ്മുടെ ഗംഗാ സമതലം വ്യാപിച്ചു കിടപ്പുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ആ ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. ഗംഗാ സമതലത്തിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ വൻമരങ്ങൾ നിറഞ്ഞു നിന്ന കാടുകൾ കാണപ്പെടുന്നു. ഫലപുഷ്ടമായ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം, സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശവുമായിരുന്നു. ഗംഗാ സമതലത്തിന്റെ ആ സമയത്തുള്ള പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ ആ പ്രദേശത്ത് കാണപ്പെടുന്നു. ഫലപുഷ്ടമായ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം എവിടെയുണ്ട്? അതുപോലെ സമൃദ്ധമായ മഴ ലഭിക്കുന്ന പ്രദേശവുമായിരുന്നു അത്. പഠിക്കുക. പിൽക്കാലവേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചായം തേച്ച ചാരനിറമുള്ള മൺപാത്രങ്ങളായിരുന്നു. പഠിക്കണേ സുഹൃത്തുക്കളെ. അപ്പോ പിൽക്കാലവേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് അവരെ ചായം തേച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരുന്നു എന്ന് സുഹൃത്തുക്കളെ ഓർത്തിരിക്കുക. ഗംഗാ സമതലത്തിൽ എത്തുമ്പോൾ ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു. പഠിക്കണേ. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ചെമ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ചെമ്പിനോടൊപ്പം ഈയം കൂടി ചേർത്ത് വെങ്കലം നമ്മൾ നിർമ്മിക്കുകയുണ്ടായി. ഇങ്ങനെ വെങ്കലം ഉപയോഗിച്ച് നിർമ്മിച്ചതും ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ ആയുധങ്ങളും കൊണ്ടാണ് ഒരു കൂട്ടം ആര്യന്മാർ എങ്ങോട്ട് പോകുന്നത്? ഗംഗാ സമതലത്തിലേക്ക് പോയത്. പഠിക്കുക. അടുത്തതാണ് ഇരുമ്പിന്റെ കണ്ടെത്തൽ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇരുമ്പിന്റെ കണ്ടെത്തൽ. ചെമ്പും വെങ്കലവും കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് ഗംഗാ സമതലത്തിലെ കാടിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആര്യന്മാർ കാടിന് തീവച്ചു മുന്നേറി. എന്നാൽ വൻമരങ്ങൾ അവർക്ക് വെല്ലുവിളിയായിരുന്നു. പിൽക്കാലത്ത് ഇരുമ്പിന്റെ കണ്ടെത്തലിന് ഇത് വഴിതെളിച്ചു. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത് കേട്ടോ. ചെമ്പും വെങ്കലവും കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് ഗംഗാ സമതലത്തിലെ കാടിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആര്യന്മാര് കാടിന് തീവെച്ച് മുന്നേറി. എന്നാൽ വൻമരങ്ങൾ അവർക്ക് വെല്ലുവിളിയായിരുന്നു. ഇത് പിൽക്കാലത്ത് ഇരുമ്പിന്റെ കണ്ടെത്തലിന് വഴിതെളിച്ചു. ഗംഗാ സമതലത്തിൽ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപം ഇതിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. അപ്പോ വെറുതെ അല്ല അവർ ഇരുമ്പ് കണ്ടെത്തിയത്. ഇരുമ്പ് കണ്ടെത്തിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല് ഗംഗാ സമതലത്തിൽ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് കരുതപ്പെടുന്നു. ഇരുമ്പിന്റെ വരവോടുകൂടി ആര്യന്മാർക്കിടയിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കട്ടിയുള്ളതും ഉറപ്പ് കൂടിയതുമായ ആയുധങ്ങളും ഉപകരണങ്ങളും അവർ നിർമ്മിച്ചു. കട്ടി കൂടിയതും ഉറപ്പുള്ളതുമായുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും അവർ നിർമ്മിച്ചു. കൂടുതലായി കാട് വെട്ടിത്തെളിച്ചു. കൂടുതലായിട്ട് അവര് കാട് വെട്ടിത്തെളിച്ചു. നിലം ഉഴുതുമറിക്കുന്നതിന് വേണ്ടി കലപ്പകൾ നിർമ്മിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോ ഇരുമ്പിന്റെ വരവോടുകൂടി ആര്യന്മാര് നിലം ഉഴുതുമറിക്കുന്നതിന് വേണ്ടി കലപ്പകൾ നിർമ്മിച്ചു. കൃഷി മുഖ്യ തൊഴിലായി
തൊഴിലായി മാറി. കാരണം കലപ്പകൾ ഉപയോഗിച്ചുകൊണ്ട് നിലം ഉഴുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫലപുഷ്ടിയായ മണ്ണാണ്. ആദ്യം തന്നെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിരുന്നു ഗംഗാ സമതലത്തിലുള്ളത്. ഇപ്പൊ കലപ്പയുടെ കണ്ടുപിടുത്തത്തോടു കൂടി നിലം കൂടുതലായി ഉഴുതുമറിക്കാനും അതിനോടൊപ്പം തന്നെ കൃഷി വ്യാപിക്കാനും ഇത് സഹായിച്ചു. അങ്ങനെ കൃഷി മുഖ്യ തൊഴിലായി മാറി. ആർക്ക്? ആര്യന്മാർക്ക്. ഇരുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഈ ഭാഗം ശ്രദ്ധിച്ചിരിക്കുക. ഇരുമ്പിന്റെ വരവോടുകൂടി ആര്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിയുള്ളതും ഉറപ്പ് കൂടിയതുമായ ആയുധങ്ങളും ഉപകരണങ്ങളും അവർ നിർമ്മിച്ചു. കൂടുതലായി കാട് വെട്ടിത്തെളിച്ചു. ഇതോടുകൂടി നിലം ഉഴുതുമറിക്കുന്നതിന് വേണ്ടി കലപ്പകൾ നിർമ്മിച്ചത് ഈ കാലഘട്ടത്തിലാണ്. കൃഷി മുഖ്യ തൊഴിലായി മാറിയത് ഈ കാലഘട്ടത്തിലാണ്. ഇരുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. കന്നുകാലി വളർത്തലിൽ നിന്നും കൃഷിയിലേക്ക് മാറിയതുകൂടി ആര്യന്മാർക്ക് പിന്നെയും മാറ്റം സംഭവിച്ചു. അപ്പോ ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഇരുമ്പിന്റെ വരവോടുകൂടി ആര്യന്മാർക്കിടയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് എങ്കിൽ ഇരുമ്പ് വന്നതോടുകൂടി കൃഷി എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതോടുകൂടി കന്നുകാലി വളർത്തൽ നിന്നും ആര്യന്മാരുടെ ശ്രദ്ധ കൃഷിയിലേക്ക് മാറി. ഇങ്ങനെ കൃഷിയിലേക്ക് മാറിയത് കൂടി ആര്യന്മാർക്കുണ്ടായ മാറ്റമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. സ്ഥിരവാസം ആരംഭിച്ചു. കാരണം കൃഷി ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഇല്ല. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം. ആ കൃഷിയുടെ വിളവെടുക്കുന്നവർ ആ സ്ഥലത്ത് തന്നെ നിൽക്കണ്ടേ? അതുകൊണ്ട് അവർ സ്ഥിരവാസം ആരംഭിച്ചു. കാർഷിക ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. കൃഷി വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കാർഷിക ഉൽപാദനം എന്ത് ചെയ്യും? വർദ്ധിക്കും. മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങളെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം നമ്മുടെ ഇരുമ്പ് യുഗമാണ് കേട്ടോ. മിച്ചം വന്ന ഉൽപ്പന്നങ്ങളെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പ് യുഗമാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ് പഠിക്കുക. കന്നുകാലി വളർത്തലായിരുന്ന സമയത്ത് അവർ കന്നുകാലികളുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നു. അവിടെ ഒരുപാട് നാൾ എന്ത് ചെയ്യുന്നു? കന്നുകാലികളെ വളർത്തുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അവരെന്ത് ചെയ്യും? ജീവിക്കും. എന്നാൽ കൃഷിയിലേക്ക് വന്നതോടുകൂടി അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ കൃഷി ചെയ്ത സ്ഥലത്ത് അവർ സ്ഥിരവാസം ആരംഭിക്കുവാൻ തുടങ്ങി. കാരണം കൃഷി ചെയ്താൽ പിറ്റേ ദിവസം നമുക്ക് വിളവ് കിട്ടോ? ഇല്ല. അപ്പൊ ഒത്തിരി നാൾ നമ്മൾ കാത്തിരിക്കണം ആ വിളവ് കിട്ടാനായിട്ട്. അതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ അവരെന്ത് ചെയ്തു? സ്ഥിരവാസം ആരംഭിച്ചു. അതോടുകൂടി കാർഷിക ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. അങ്ങനെ ഉൽപാദനം വർദ്ധിച്ചതോടുകൂടി എന്ത് ചെയ്തു? കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇരുമ്പ് യുഗത്തിലാണ് എന്ന് കൂടി സുഹൃത്തുക്കളൊന്ന് പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്. സ്ഥിരവാസത്തിലൂടെ ആര്യന്മാരുടെ ജീവിത രീതിക്ക് പിന്നെയും മാറ്റമുണ്ടായി. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങളെ 4 ഭാഗങ്ങളായി തരംതിരിച്ചു. സ്ഥിരവാസത്തിലൂടെ ആര്യന്മാരുടെ ജീവിതത്തിൽ പിന്നെയും മാറ്റമുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് അന്നത്തെ ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യന്മാര് ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ശിലകൾ കൊണ്ടുള്ള ആയുധമായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തവും പറഞ്ഞത്. അതിനുശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ആദിമ മനുഷ്യർ ചെമ്പ് കണ്ടെത്തിയോടുകൂടി അവരുടെ ആയുധങ്ങളിൽ പിന്നെയും വ്യത്യാസം വന്നു. അതുപോലെ അവരുടെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ വ്യത്യാസം വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതോടുകൂടി അവരുടെ ജീവിത രീതിയും എന്ത് ചെയ്തു? മാറി. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാല് ഇരുമ്പ് നമ്മുടെ ആദിമ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൃഷി ഒരുപാട് വർദ്ധിച്ചെന്ന് പറഞ്ഞു. അതുപോലെ അവർ സ്ഥിരവാസം എന്ത് ചെയ്തു? ആരംഭിച്ചു എന്ന് പറഞ്ഞു. കന്നുകാലി വളത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ കൃഷിയിലേക്ക് മാറി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ സ്ഥിരവാസത്തിലൂടെ ആര്യന്മാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത് എന്നാണ്. സമൂഹത്തിൽ നിലനിന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അവർ 4 വിഭാഗമായി തിരിച്ചു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രെന്നും 4 വിഭാഗമായിട്ട് ജോലിയുടെ അല്ലെങ്കിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവരെ ജനങ്ങളെ വിഭജിച്ചു. ഈ വിഭജനത്തെ ചതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിച്ചോളനെ, ഈ വിഭജനത്തിനെ ചാതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചതുർവർണ്ണ്യമല്ല, ചാതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തില് അന്നത്തെ നമ്മുടെ ആര്യന്മാര് ജനങ്ങളെ 4 വിഭാഗമായി തിരിച്ചിരുന്നു. ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും. ഇങ്ങനെയുള്ള ഈ വിഭജനത്തെ ചാതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേവന്മാരെയും ദേവതമാരെയും ആരാധിക്കുന്നതിന് പകരം യാഗങ്ങൾ നടത്തുകയും കന്നുകാലികളെ ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു ഇവർ. ആ ജീവിതത്തിൽ വന്ന വ്യത്യാസം കണ്ടോ സുഹൃത്തുക്കളെ? അതുവരെ കന്നുകാലികളെ വളർത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? പിന്നെ കന്നുകാലികളെ യാഗങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ തുടങ്ങി.
ശ്രദ്ധിച്ചോളനെ, ദേവതമാരെയും ദേവന്മാരെ ആരാധിക്കുന്നതിന് പകരം യാഗങ്ങൾ നടത്തുകയും കന്നുകാലികളെ ബലിയർപ്പിക്കുകയും ചെയ്തു. ആരാണ്? അക്കാലത്ത് ആര്യന്മാര്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇരുമ്പ് യുഗവും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ബന്ധം. ഒരുപാട് തവണ PSC ചോദിക്കുന്ന പല ചോദ്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോകും കേട്ടോ ഈ മേഖലയിൽ. അതുകൊണ്ട് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ഇരുമ്പ് യുഗവും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ബന്ധം. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നതായിരുന്നു തമിഴകം എന്ന്. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മുഴുവൻ അറിയപ്പെട്ടിരുന്ന പേരാണ് തമിഴകം. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന കുഴികൾക്ക് മുകളിൽ വിവിധ രൂപത്തിലുള്ള വലിയ പാറക്കല്ലുകൾ വെച്ചിരുന്നു. ഇവയെ മഹാശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് നാട്ടുകല്ല്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന കുഴികൾക്ക് മുകളിൽ വിവിധ രൂപത്തിലുള്ള വലിയ പാറക്കല്ലുകൾ വെച്ചിരുന്നു. ഇവയെ മഹാശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നാട്ടുകല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, കുടക്കല്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല. അത് തന്നെയാണ് കേട്ടോ സംഭവം. മഹാശില കാലഘട്ടത്തെ പറ്റി അറിവുകൾ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. മഹാശിലായുഗ കാലഘട്ടത്തെ പറ്റി അറിവുകൾ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ എന്നിവ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ എന്നിവ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാചീന തമിഴക ജനജീവിതത്തെ കുറിച്ച് അറിവുകൾ ലഭിച്ചിരുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നുമാണ്. പ്രാചീന തമിഴക ജീവിതത്തെ കുറിച്ച് അറിവുകൾ ലഭിച്ചിരുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നുമായിരുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്, സംഘകാല കൃതികൾ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് സംഘകാല കൃതികൾ. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു പാണ്ഡ്യ രാജവംശം. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു പാണ്ഡ്യ രാജവംശം. സാഹിത്യകാരന്മാരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശം പാണ്ഡ്യ രാജവംശം. സാഹിത്യകാരന്മാരെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശം എന്ന് ചോദിച്ചാൽ അക്കാലത്ത് ആരായിരുന്നു? പാണ്ഡ്യ രാജവംശമായിരുന്നു. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തോടെ പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടത്. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തോടെ പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ അറിയപ്പെട്ടിരുന്ന പേരാണ് സംഘം. ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിക്കണം. ഇതാണ് PSC ചോദിക്കുന്നത്. പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാണൂറ്, പുറനാണൂറ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പ്രാചീന തമിഴക ജനജീവിതത്തെ കുറിച്ച് അറിവുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിച്ചാല് പഴന്തമിഴ് പാട്ടിൽ നിന്നും അതുപോലെ തന്നെ മഹാശിലാ സ്മാരകം. പിന്നെ നമ്മൾ പറഞ്ഞത് സംഘകാല കൃതികളെ പറ്റിയാണ്. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു പാണ്ഡ്യ രാജവംശം. സാഹിത്യകാരന്മാരെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശം പാണ്ഡ്യ രാജവംശം. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തോടെ പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയെ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രധാന കൃതികളാണ് പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാണൂറ്, പുറനാണൂറ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന 3 രാജവംശമായിരുന്നു പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട 3 രാജവംശമായിരുന്നു പാണ്ഡ്യന്മാരും അതുപോലെ ചേരന്മാരും ചോളന്മാരും. ഇവർ 3 പേരെയും മൂവേന്തന്മാർ എന്നറിയപ്പെട്ടിരുന്നു. ഇവരെ 3 പേരെയും കൂടെ മൂവേന്തന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇവരെ 3 പേരെയും കൂടെ മൂവേന്തന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അടുത്തതാണ് നമ്മൾ തിണകളെ പറ്റി. PSC ഇപ്പോഴും പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിണകൾ. സംഘകൃതികൾക്കനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയി തരംതിരിക്കുന്നു. എന്തിനനുസരിച്ചാണ്? സംഘകൃതികൾക്കനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയി തരംതിരിക്കുന്നു. ഇവയെ തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സംഘം കൃതികൾക്കനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയി തരംതിരിക്കുന്നു. ഇവയെ തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. തിണകൾക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്. തിണകൾക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട് എന്നങ്ങ് പഠിക്കുക. നമുക്ക് മൊത്തം 5 തിണകളുണ്ട്. ഈ 5 തിണകളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. മൊത്തം തിണകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ഈ 5 തിണകളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായി പഠിക്കാനുള്ളതാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലകൾ അല്ലെങ്കിൽ മലയോരങ്ങളാണ്. മലകൾ അല്ലെങ്കിൽ മലയോര മേഖലയിൽ വസിച്ചിരുന്ന വ്യക്തികളെ വിളിച്ചിരുന്ന അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചിരുന്ന പേരായിരുന്നു
കുറിഞ്ചി എന്ന്. മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും പുൽമേടും നിറഞ്ഞ പ്രദേശം. മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും പുൽമേടും നിറഞ്ഞ പ്രദേശമാണ്. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശം. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശം. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ പ്രദേശം. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ പ്രദേശം. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരപ്രദേശമാണ്. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരപ്രദേശമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 5 തിണകളും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ തിണയാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾ അല്ലെങ്കിൽ മലയോര മേഖലയാണ്. മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും പുൽമേടും നിറഞ്ഞതാണ്. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിനെ സൂചിപ്പിക്കുന്നു. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശത്തെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. കേരളത്തിൽ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ തിണകളിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്നു. ഇത് പഠിച്ചോളണേ. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നീ പ്രദേശങ്ങള് തിണകളിൽ നിന്ന് രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു. അല്ലെ, കേരളത്തിൽ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ തിണകളിൽ നിന്നും രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നീ പ്രദേശങ്ങള് അല്ലെങ്കിൽ സ്ഥലപ്പേരുകള് തിണകളിൽ നിന്നും രൂപപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ മുല്ലശ്ശേരിയിലെ മുല്ല എന്ന് പറയുന്നത് ഒരു തിണയാണ്. മരുതൂരിലെ മരുതം എന്ന് പറയുന്നത് തിണയാണ്. പാലക്കാടിലെ പാല എന്ന് പറയുന്നതും ഒരു തിണയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലപ്പേരുകള് തിണകളിൽ നിന്ന് രൂപപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. കുറിഞ്ചി പ്രദേശത്ത് കൂടുതലായി കൃഷി ചെയ്യുന്ന വിള കുരുമുളകാണ്. പ്രീവിയസ് ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. കുറിഞ്ചി പ്രദേശത്ത് അക്കാലത്ത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന വിള എന്ന് ചോദിച്ചാൽ അത് കുരുമുളകായിരുന്നു. വിദേശികളെ തെക്കേ ഇന്ത്യയുടെ തീരങ്ങളിൽ എത്തിച്ചതിന് പ്രധാന കാരണം കുരുമുളകാണ്. വിദേശികളെ തെക്കേ ഇന്ത്യയുടെ തീരങ്ങളിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന കാരണം കുരുമുളകാണ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഇത് ഏത് കൃതിയുടെ ഭാഗമാണ്? പുറനാനൂറിന്റെ ഭാഗമാണ്. പ്രീവിയസ് ചോദ്യം ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേ ഉള്ളേ. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഇങ്ങനെ ആരംഭിക്കുന്നത് ഏത് കൃതിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് പുറനാനൂറിന്റെ ഭാഗമാണ്. ഏതിന്റെ സുഹൃത്തുക്കളെ? പുറനാനൂറിന്റെ ഭാഗമാണ്. പഠിക്കുക. അടുത്തതാണ് നമ്മൾ തിണകളുടെ പ്രത്യേകതയാണ് നോക്കാൻ പോകുന്നത്. തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. തിണകളിലെ കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതലായിരുന്നു. കുരുമുളകിന് പുറകെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാരെത്തിയിരുന്നു. അപ്പോൾ തിണകളുടെ പ്രത്യേകത ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം തിണകളിലുള്ളവർക്ക് ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതലായിരുന്നു. തിണകളുമായിട്ട് കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എവിടെ എത്തി? തിണകളെ തേടി എത്തി നമ്മുടെ ഇന്ത്യയില്. അതുകൊണ്ട് ഈ ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഹിംസ, അറിവ്, അധികാരം എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ പറയുവാണെന്നുണ്ടെങ്കിൽ 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ അഹിംസ, അറിവ്, അധികാരം എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അധ്യായം എന്തെന്ന് നോക്കാം. അഹിംസ, അറിവ്, അധികാരം. ആദ്യമായി നമ്മൾ പഠിക്കാനുള്ളതാണ് ജനപദങ്ങൾ. ഗംഗാ സമതലത്തിലേക്കുള്ള ആര്യന്മാരുടെ വരവോടുകൂടി BC 6ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലം വലിയ കാർഷിക മേഖലയായി മാറി. ഗംഗാ സമതലത്തിലേക്കുള്ള ആര്യന്മാരുടെ വരവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ആര്യന്മാര് ഗംഗാ സമതലത്തിൽ എത്തിയതോടുകൂടി BC 6ാം നൂറ്റാണ്ടിലെ ഗംഗാ സമതലം വലിയൊരു കാർഷിക മേഖലയായിട്ട് മാറി. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ ഈ വലിയ പ്രദേശത്തെ ജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ജനപദങ്ങൾ എന്ന് ചോദിച്ചാല്, ഗംഗാ സമതലത്തിലേക്കുള്ള ആര്യന്മാരുടെ വരവോടുകൂടി BC 6ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലം വലിയൊരു കാർഷിക മേഖലയായിട്ട് മാറുന്നു. അതോടുകൂടി അവിടെ കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും രൂപീകരിക്കപ്പെടുന്നു. ഈ കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അതുപോലെ തന്നെ കാർഷിക കേന്ദ്രങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഈ ഒരു വലിയ പ്രദേശത്തെ ജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്തരം ജനപദങ്ങൾ
ഗോദാവരി തടം വരെ വ്യാപിച്ചു കിടന്നിരുന്നു. ഇത്തരം ജനപദങ്ങൾ ഗോദാവരി തടം വരെ വ്യാപിച്ചു കിടന്നിരുന്നു. ഇവയിൽ 16 ജനപദങ്ങൾ ശക്തിയാർജിച്ചു. ഇവയെ മഹാജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവയില് 16 ജനപദങ്ങൾ ശക്തിയാർജിച്ചു. ഇവയെ മഹാജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മഹാജനപദങ്ങളിൽ പലതിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഏതൊക്കെയാണ് 16 ജനപദങ്ങൾ നമുക്കൊന്ന് നോക്കാം. മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കംബോജം എന്നിങ്ങനെ 16 ജനപദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജനപദങ്ങൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കംബോജം എന്നിങ്ങനെ 16 ജനപദങ്ങൾ. വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള മഹാജനപദമായിരുന്നു മഗധ. വൻതോതില് ഇരുമ്പയിര് നിക്ഷേപമുണ്ടായിരുന്ന മഹാജനപദമായിരുന്നു മഗധ. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ബിംബസാരൻ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ബിംബസാരൻ. അപ്പോൾ വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപം ഉണ്ടായിരുന്നത് മഹാജനപദം എന്ന് ചോദിച്ചാൽ അത് മഗധയായിരുന്നു. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ബിംബസാരൻ. മറ്റു ജനപദങ്ങളെക്കാൾ മഗധ വളരുവാനുള്ള കാരണം ചോദിച്ചാൽ ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപം, അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെയും ആയുധങ്ങളുടെയും നിർമ്മാണം, കലപ്പയുടെ കണ്ടെത്തൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. വാണിജ്യ രംഗത്തുള്ള പുരോഗതി നഗരങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. വാണിജ്യ രംഗത്തുള്ള പുരോഗതി നഗരങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. കാർഷിക വാണിജ്യ രംഗത്ത് അഭിവൃദ്ധി കൂടുതൽ ധനം മഗധയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചു. കാർഷിക വാണിജ്യ രംഗത്തുണ്ടായിരുന്ന അഭിവൃദ്ധി കൂടുതൽ ധനം എങ്ങോട്ടാണ്? മഗധയിലേക്ക് എത്തിച്ചേരുവാൻ സഹായിച്ചു. വലിയൊരു സൈന്യത്തെ രൂപീകരിക്കാൻ മഗധയ്ക്ക് ഇത് സാധിച്ചു. വേണ്ടി ഈ ധനം മഗധയെ സഹായിച്ചു. ആയുധങ്ങൾ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ അവർ കീഴടക്കി. മറ്റു ജനപദങ്ങളെ കൂടി അവർ മഗധയുടെ ഭാഗമാക്കി മാറ്റി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള മഹാജനപദം എന്ന് ചോദിച്ചാൽ അത് മഗധയാണ്. മഗധയുടെ ഭരണാധികാരിയാണെന്ന് ചോദിച്ചാൽ ബിംബസാരനാണ്. മറ്റു ജനപദങ്ങൾക്കാൾ മഗധ വളരുവാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപം തന്നെയാണ് പ്രധാന കാരണം. ഇരുമ്പ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെയും ആയുധങ്ങളുടെയും നിർമ്മാണത്തിൽ അഗ്രഗണ്യരായിരുന്നു മഗധ നിവാസികൾ. കലപ്പയുടെ കണ്ടെത്തൽ കാർഷിക ഉൽപാദനം അവിടെ വർദ്ധിപ്പിച്ചു. വാണിജ്യ രംഗത്തുള്ള പുരോഗതി നഗരങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. കാർഷിക വാണിജ്യ രംഗത്ത് അഭിവൃദ്ധി കൂടുതൽ ധനം മഗധയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചു. വലിയൊരു സൈന്യം രൂപീകരിക്കുവാൻ ഇത് മഗധയ്ക്ക് സാധിച്ചു. ആയുധങ്ങൾ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അവർ കീഴടക്കി. മറ്റു ജനപദങ്ങൾ കൂടി അങ്ങനെ അവർ മഗധയുടെ ഭാഗമാക്കി മാറ്റി. ഇത്രയും ഭാഗം പഠിക്കുക. ഇത് രാജാജ്ഞയാകുന്നു. യജ്ഞത്തിനായിട്ട് പ്രാണിഹിംസ മേലിൽ പാടില്ല. ജീവരക്തം ചൊരിഞ്ഞുള്ള ഒരാചാരവും ഇവിടെ വേണ്ട. മാംസം കൊണ്ടുള്ള ഒരു പൂജയും വേണ്ട. അറിവ് നേടുക, അതാണ് ജീവിതം. ദയയുള്ളവനെ ദയ കിട്ടൂ എന്ന് ധരിപ്പിക്കുകയാണ് ഈ വിളംബരം. ഇത് രാജാജ്ഞയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഇത് രാജാജ്ഞയാകുന്നു. യജ്ഞത്തിനായി പ്രാണിഹിംസ മേലാൽ പാടില്ല. ജീവരക്തം ചൊരിഞ്ഞുള്ള ഒരാചാരവും ഇവിടെ വേണ്ട. മാംസം കൊണ്ടുള്ള ഒരു പൂജയും വേണ്ട. അറിവ് നേടുക, അതാണ് ജീവിതം. ദയയുള്ളവനെ ദയ കിട്ടൂ എന്ന് ധരിപ്പിക്കുകയാണ് ഈ വിളംബരം. ഇത് രാജാജ്ഞയാണ്. ഈ വിളംബരം നടത്തിയതാരെന്ന് ചോദിച്ചാല് അത് ബിംബസാരനായിരുന്നു. ബിംബസാരൻ അഹിംസാ വിളംബരം നടത്തുന്നതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. അതെന്തെന്ന് നമുക്ക് നോക്കാം. മഗധയിലെ കാർഷിക മേഖല ശക്തി പ്രാപിക്കുവാനുള്ള മറ്റൊരു കാരണം കന്നുകാലികളുടെ സാന്നിധ്യമായിരുന്നു. മഗധയിലെ കാർഷിക മേഖലയ്ക്ക് ശക്തി പ്രാപിക്കാനുള്ള മറ്റൊരു കാരണം കന്നുകാലികളുടെ സാന്നിധ്യമായിരുന്നു. കന്നുകാലികൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാർഷിക ഭൂമികൾ നമുക്ക് കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നു അല്ലെ. വളരെ കുറച്ച് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ കന്നുകാലികളുടെ ഉപയോഗം അതിന്റെ ആക്കം എന്ത് ചെയ്തു? കൂട്ടി. യാഗങ്ങളുടെ ഭാഗമായി വൻതോതിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയത്
മഗധയിലെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു. ഇതിനെതിരെയാണ് ബിംബസാരൻ അഹിംസാ വിളംബരം നടത്തിയത്. പഠിക്കണേ. അപ്പോഴ് അഹിംസാ വിളംബരം നടത്തിയതാരെന്ന് ചോദിച്ചാൽ അത് ബിംബസാരനായിരുന്നു. മഗധയിൽ അഹിംസാ വിളംബരം നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ബിംബസാരനാണ്. ബിംബസാരൻ അഹിംസാ വിളംബരം നടത്തുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മഗധയിലെ കാർഷിക മേഖല ശക്തി പ്രാപിക്കാനുള്ള മറ്റൊരു കാരണം ചോദിച്ചാൽ അത് കന്നുകാലികളുടെ സാന്നിധ്യമായിരുന്നു. യാഗങ്ങളുടെ ഭാഗമായി വൻതോതിൽ കന്നുകാലികളെ കൊന്നടുക്കിയത് കൊണ്ട് തന്നെ മഗധയിലെ കാർഷിക മേഖല ഇത് സാരമായിട്ട് ബാധിച്ചു. ഇതിനെതിരായിട്ടാണ് ബിംബസാരൻ അഹിംസാ വിളംബരം നടത്തിയത്. പഠിക്കുക. ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്ന അസമത്വത്തിനെതിരായി രൂപം കൊണ്ട രണ്ട് പ്രധാനപ്പെട്ട മതങ്ങളായിരുന്നു ജൈനമതവും ബുദ്ധമതവും. PSCയുടെ ഒത്തിരി പ്രീവിയസ് ചോദ്യങ്ങളോട് നമ്മൾ കടന്നു പോകും. ഈ കാലഘട്ടത്തില് സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തിനെതിരായിട്ട് രൂപം കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട മതങ്ങളായിരുന്നു ജൈനമതവും ബുദ്ധമതവും. ജൈനമതം പ്രചരിപ്പിച്ചത് വർത്തമാന മഹാവീരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ജൈനമതം പ്രചരിപ്പിച്ചത് വർത്തമാന മഹാവീരനാണ്. ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ്. അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന മതങ്ങളായിരുന്നു ഇവ രണ്ടും. ജൈനമതവും ബുദ്ധമതവും അന്ന് കൂടുതലായിട്ട് വളരുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ രണ്ട് മതങ്ങളും അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു, ഹിംസയ്ക്ക് എതിരായിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന വൻതോതിലുള്ള മൃഗബലിയായിരുന്നു ഇതിന് കാരണം. അപ്പോ പുതുതായിട്ട് രണ്ട് മതങ്ങൾ അക്കാലത്ത് രൂപപ്പെടുന്നു. അതാണ് ജൈനമതവും ബുദ്ധമതവും. ജൈനമതം ആരംഭിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർത്തമാന മഹാവീരനും ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനുമായിരുന്നു. എന്നാൽ ഇവർ രണ്ടും അഹിംസയ്ക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയത് ഈ മതങ്ങളിലൂടെ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് നിലനിന്നിരുന്ന വൻതോതിലുള്ള മൃഗബലി കണ്ടു മടുത്തിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ മതങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മതങ്ങൾക്ക് അഹിംസയ്ക്കായിരുന്നു പ്രാധാന്യം അവർ കൂടുതലായിട്ട് നൽകിയിരുന്നത്. ഇവർ രണ്ടുപേരും സാധാരണ ഭാഷയിലായിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും ഈ രണ്ട് മതങ്ങളും എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്? അവരുടെ സാധാരണ ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജൈനമതത്തിന്റെ ഭാഷ പ്രാകൃത ഭാഷ. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. ജൈനമതത്തിന്റെ ഭാഷ എന്ന് ചോദിച്ചാല് പ്രാകൃത ഭാഷ. ബുദ്ധമതത്തിന്റെ ഭാഷ പാലി ഭാഷ. ഇതെല്ലാം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധമതത്തിന്റെ ഭാഷ പാലി ഭാഷയാണ്. പഠിക്കുക. അടുത്തതാണ് ജൈനമത തത്വങ്ങളും ബുദ്ധമത തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളാണ് നോക്കാൻ പോകുന്നത്. ജൈനമത തത്വങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജൈനമത തത്വങ്ങൾ എന്തൊക്കെയാ സുഹൃത്തുക്കളെ? ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. എന്നാൽ ബുദ്ധമത തത്വങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ് എന്ന് ബുദ്ധമത തത്വങ്ങളിൽ പറയുന്നു. ഇഹലോക ജീവിതം ദുഃഖപൂർണമായിരിക്കുമെന്ന് ബുദ്ധമത തത്വങ്ങൾ പറയുന്നു. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങൾ ഇല്ലാതെയാക്കിയാൽ ദുഃഖങ്ങൾ ഇല്ലാതെയാകും. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെയാകും. അനുഷ്ഠിക്കുന്നത് വഴി ആഗ്രഹങ്ങൾ ഇല്ലാതെയാകും. ഒന്നുകൂടി പറയാം. ജൈനമത തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി, ഈ മൂന്ന് തത്വങ്ങളിൽ ഉറച്ചതാണ്. എന്നാൽ ബുദ്ധമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹലോക ജീവിതം, അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇഹലോക ജീവിതമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളാണ് ആ ദുഃഖത്തിന്റെ കാരണം. ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെയാക്കിയാൽ ദുഃഖങ്ങൾ ഇല്ലാതെയാകുമെന്ന് ബുദ്ധമത തത്വത്തിൽ പറയുന്നു. അതുപോലെ തന്നെ അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ഈ ആഗ്രഹങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കാമെന്നും ബുദ്ധമതത്തിലെ തത്വങ്ങളിൽ പറയുന്നു. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മൗര്യ രാജവംശം. മഗധ കേന്ദ്രമാക്കിക്കൊണ്ട് വളർന്നു വന്ന രാജവംശം മൗര്യ രാജവംശം. മൗര്യ രാജവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. പ്രീവിയസ് ചോദ്യമാണ്. മൗര്യ രാജവംശം സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. പ്രീവിയസ് ചോദ്യമാണ് സുഹൃത്തുക്കൾ. പഠിക്കുക. അടുത്തതായി നമുക്ക് ചാണക്യനെ പറ്റി ഒന്ന് നോക്കാം. ചന്ദ്രഗുപ്ത മൗര്യൻ രാജാവിന്റെ പ്രശസ്തനായ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ രാജാവിന്റെ പ്രശസ്തനായിട്ടുള്ള ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. കൗടില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെട്ടിരുന്നത് ചാണക്യനാണ്. പ്രീവിയസ് ചോദ്യമാണ് ഈ പറയുന്നതെല്ലാം. കൗടില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെട്ടിരുന്നത് ചാണക്യനാണ്. ചാണക്യന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഇതും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചാണക്യന്റെ പ്രശസ്തമായ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് അർത്ഥശാസ്ത്രമാണ്.
മൗര്യ രാജവംശത്തിലെ അതിപ്രശസ്തനായ രാജാവായിരുന്നു അശോക ചക്രവർത്തി. മൗര്യ രാജവംശത്തിലെ അതിപ്രശസ്തനായ രാജാവാരെന്ന് ചോദിച്ചാൽ അത് അശോക ചക്രവർത്തിയാണ്. രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഐക്യം, സഹിഷ്ണുത, സമാധാനം എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം. മറക്കല്ലേ, ആ രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഐക്യവും സഹിഷ്ണുതയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അശോകൻ സ്വീകരിച്ച നയം അറിയപ്പെടുന്ന പേരാണ് ധർമ്മ നയം. എന്താണ് ധർമ്മ നയം എന്ന് ഒന്നുകൂടി പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൗര്യ രാജവംശത്തെ പറ്റിയാണ്. മഗധ കേന്ദ്രമാക്കിക്കൊണ്ട് വളർന്നു വന്ന രാജവംശമാണ് മൗര്യ രാജവംശം. മൗര്യ രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. പ്രീവിയസ് ചോദ്യം. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ചാണക്യനെ പറ്റിയാണ്. ചന്ദ്രഗുപ്ത മൗര്യ രാജാവിന്റെ പ്രശസ്തനായ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. കൗടില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്നത് ചാണക്യനാണ്. പ്രീവിയസ് ചോദ്യം. ചാണക്യന്റെ അതിപ്രശസ്തമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഇതും പ്രീവിയസ് ചോദ്യമാണ്. മൗര്യ രാജവംശത്തിലെ അതിപ്രശസ്തനായ രാജാവ് അശോക ചക്രവർത്തിയാണ്. രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഐക്യവും സഹിഷ്ണുതയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം. പഠിക്കുക. ധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക. ഇമ്പോർട്ടന്റ് ആണ്, മൃഗബലി ഒഴിവാക്കുക. എല്ലാ മതവിശ്വാസികളോടും സഹിഷ്ണുത കാണിക്കുക. എല്ലാ മതവിശ്വാസികളോടും സഹിഷ്ണുത കാണിക്കുക. സഹജീവികളോട് കരുണ കാണിക്കുക. സഹജീവികളോട് കരുണ കാണിക്കുക. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളാണ് ധർമ്മത്തിനുള്ളത്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസ് ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. കാരണം നിങ്ങളുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണിത്. അതുകൊണ്ട് പഠിക്കുക. ധർമ്മത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളേ. മൃഗബലി ഒഴിവാക്കുക. അതുപോലെ തന്നെ എല്ലാ മതവിശ്വാസികളോടും സഹിഷ്ണുത കാണിക്കുക. എല്ലാ മതവിശ്വാസികളോടും സഹിഷ്ണുത കാണിക്കുക. സഹജീവികളോട് കരുണ കാണിക്കുക. തന്റെ തീരുമാനങ്ങൾ വലിയ പാറകളിൽ കൊത്തി നഗരങ്ങളിലെ പ്രധാന പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന രാജാവായിരുന്നു അശോക ചക്രവർത്തി. തന്റെ തീരുമാനങ്ങള് വലിയ പാറകളിൽ കൊത്തി നഗരങ്ങളിലെ പ്രധാന പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന രാജാവായിരുന്നു അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ? ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? എഴുതി വെച്ചിട്ട് പ്രധാന നഗരങ്ങളുടെ പാതയോരങ്ങളിലെല്ലാം ഇങ്ങനെ സ്ഥാപിച്ചു വെക്കുമായിരുന്നു. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇത് വായിച്ചിട്ട് മനസ്സിലാക്കുമായിരുന്നു. സാഞ്ചിയിൽ സ്തൂപം സ്ഥാപിച്ചത് അശോക ചക്രവർത്തിയാണ്. സാഞ്ചിയിൽ സ്തൂപം സ്ഥാപിച്ചത് അശോക ചക്രവർത്തിയാണ്. പ്രീവിയസ് ചോദ്യം. പഠിക്കുക. അശോക ചക്രവർത്തി ബുദ്ധമതത്തിൽ ആകൃഷ്ടനാകാൻ കാരണം രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അശോകൻ നടത്തിയ കലിംഗ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടം. കലിംഗ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി വിധവകൾ ഉണ്ടായി. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒത്തിരി ജീവിവർഗങ്ങൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അതോടുകൂടി അശോകന് മനം മാറ്റം ഉണ്ടാകുകയും അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഹിംസ കളഞ്ഞിട്ട് അഹിംസാ മാർഗമായിട്ടുള്ള ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്തത് എന്നും നമ്മുടെ ഹിസ്റ്ററി പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അശോക ചക്രവർത്തി ബുദ്ധമതത്തിൽ ആകൃഷ്ടനാകാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അശോകൻ നടത്തിയ കലിംഗ യുദ്ധത്തിലുണ്ടായ വലിയ നാശനഷ്ടമായിരുന്നു. കലിംഗ യുദ്ധം നടന്ന വർഷം BC 261. കലിംഗ യുദ്ധം നടന്ന വർഷം BC 261 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ പഠിക്കുക. മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം നമ്മൾ. ഇമ്പോർട്ടന്റ് ആണ്. മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം. ചാതുർവർണ്ണ്യം രീതിയിലുള്ള സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോ ആ ചാതുർവർണ്ണ രീതിയിലുള്ള സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. കാർഷിക പ്രവൃത്തി ശൂദ്രരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കാർഷിക പ്രവൃത്തി ശൂദ്രരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടിയ കാലഘട്ടമായി മൗര്യ സാമ്രാജ്യ കാലഘട്ടം. പഠിക്കണേ. മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലായിരുന്നു ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടിയത്. കൃഷിയും വാണിജ്യവും അഭിവൃദ്ധി നേടി. കൃഷിയും വാണിജ്യവും അഭിവൃദ്ധി നേടി. ജലസേചന സൗകര്യങ്ങൾ രാജാക്കന്മാർ ഒരുക്കി. എന്തിനു വേണ്ടിയിട്ടാ? കൃഷിക്ക് വേണ്ടിയിട്ടാ. കൃഷിക്ക് വേണ്ടിയിട്ടാ ജലസേചന സൗകര്യങ്ങൾ രാജാക്കന്മാർ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് എന്നീ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. തുന്നൽ, നെയ്ത്ത് എന്നീ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. നാണയങ്ങൾ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവട പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു. വാസ്തുവിദ്യയിലും ശില്പവിദ്യയിലും പുരോഗതി ഉണ്ടായി മൗര്യ കാലഘട്ടത്തില്.
വാസ്തുവിദ്യയിലും ശില്പവിദ്യയിലും പുരോഗതി ഉണ്ടായി മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തില്. അപ്പോ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ജനജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാല് ചാതുർവർണ്ണ രീതിയിലുള്ള സാമൂഹ്യ വിഭജനം അവിടെയും നിലനിന്നിരുന്നു. കാർഷിക പ്രവൃത്തികൾക്ക് ശൂദ്രരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും അഭിവൃദ്ധി നേടി. ജലസേചന സൗകര്യങ്ങൾ രാജാക്കന്മാർ ഒരുക്കിക്കൊടുത്തു. എന്തിന്? കൃഷി ആവശ്യങ്ങൾക്ക്. തുന്നൽ, നെയ്ത്ത് എന്നീ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു അക്കാലത്ത്. കച്ചവട പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു അക്കാലത്ത്. വാസ്തുവിദ്യയും ശില്പവിദ്യയും പുരോഗതി ഉണ്ടായി. ഈ ഭാഗം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തന്നെ സുഹൃത്തുക്കൾ പഠിച്ചോളുക. പ്രത്യേകിച്ച് ഡിഗ്രിയുള്ള സുഹൃത്തുക്കൾ ഈ ഭാഗം പഠിക്കാതെ പോകരുത്. നിങ്ങൾക്കുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. വേറെ എങ്ങും അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പല ചോദ്യങ്ങളും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിക്കും. അതുകൊണ്ട് പഠിക്കുക. അടുത്തതാണ് ഗുപ്ത കാലഘട്ടം. മൗര്യഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശമാണ് ഗുപ്ത രാജവംശം. പഠിക്കണേ. മൗര്യഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. ഗുപ്ത കാലഘട്ടം ആരംഭിക്കുന്നത് AD 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. AD 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഗുപ്ത ഭരണം ആരംഭിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാണ്. പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത്. ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാണ്. ഗുപ്ത രാജവംശത്തിലെ പ്രശസ്തരായ രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, അതുപോലെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഒന്നുകൂടി പറയാം. ഗുപ്ത രാജവംശത്തിലെ പ്രശസ്തരായ രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, അതുപോലെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഇനി നമുക്ക് ഗുപ്ത കാലഘട്ടത്തിലെ പ്രത്യേകതകളൊന്ന് നോക്കാം. സംസ്കൃത ഭാഷയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. സംസ്കൃത ഭാഷയില് ഏറ്റവും കൂടുതൽ സംഭാവനകൾ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്, അതായത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഗുപ്ത കാലഘട്ടത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു കാളിദാസൻ. പഠിച്ചോളണേ, പ്രീവിയസ് ചോദ്യമാണ്. ഗുപ്ത കാലഘട്ടത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ രചിച്ചത് കാളിദാസനാണ്. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ രചിച്ചത് കാളിദാസനാണ്. ഉരുക്കിന്റെ സംസ്കരണത്തിൽ പ്രശസ്തരായിരുന്ന രാജവംശം ഗുപ്ത രാജവംശം. ഉരുക്കിന്റെ സംസ്കരണത്തിലെ പ്രശസ്തരായിരുന്ന രാജവംശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുപ്ത രാജവംശമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഗുപ്ത കാലഘട്ടം മൗര്യഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശം എന്ന് ചോദിച്ചാൽ അത് ഗുപ്ത രാജവംശമാണ്. ഗുപ്ത കാലഘട്ടം ആരംഭിക്കുന്നത് AD 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. പ്രീവിയസ് ചോദ്യം. ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. പ്രീവിയസ് ചോദ്യം. ഗുപ്ത രാജവംശത്തിലെ പ്രശസ്തരായ രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2. ഗുപ്ത കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ ചോദിച്ചാല് സംസ്കൃത ഭാഷയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഗുപ്ത കാലഘട്ടത്തിലെ പ്രശസ്തമായ സാഹിത്യകാരനാണ് കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ രചിച്ചത് കാളിദാസനാണ്. ഉരുക്കിന്റെ സംസ്കരണത്തിൽ പ്രശസ്തരായിരുന്ന രാജവംശം ഗുപ്ത രാജവംശമായിരുന്നു. പഠിക്കുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രാജവംശം ഗുപ്ത രാജവംശമായിരുന്നു. ഏതായിരുന്നു? ഗുപ്ത രാജവംശമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രാജവംശം ചോദിച്ചാൽ അത് ഗുപ്ത രാജവംശമായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിലെ ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗുപ്ത കാലഘട്ടത്തിലെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാല് വരാഹമിഹിരനും അതുപോലെ ബ്രഹ്മഗുപ്തനുമായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൽ ഗണിതശാസ്ത്രത്തിൽ പ്രശസ്തരായിരുന്നവർ ഭാസ്കരാചാര്യരും ആര്യഭടനുമായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിലെ ഗണിതശാസ്ത്രത്തിലെ പ്രശസ്തരായിരുന്നവര് ഭാസ്കരാചാര്യരും അതുപോലെ ആര്യഭടനുമായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട സർവകലാശാലയാണ് നളന്ദ. ഗുപ്ത കാലഘട്ടത്തിലെ നിർമ്മിക്കപ്പെട്ട സർവകലാശാലയായിരുന്നു നളന്ദ. അതുപോലെ തന്നെ നളന്ദ സർവകലാശാല ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തിലാണ്. നളന്ദ സർവകലാശാല ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോഴത്തെ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായുള്ള മൊഹ്റൌളി സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് തൂണ് പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രാജവംശം ഗുപ്ത രാജവംശം. ഗുപ്ത കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്രത്തിൽ പ്രശസ്തരായിരുന്നു വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും. ഗുപ്ത കാലഘട്ടത്തിൽ ഗണിതശാസ്ത്ര മേഖലയിൽ പ്രശസ്തരായിരുന്നത് ഭാസ്കരാചാര്യരും ആര്യഭടനുമായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട സർവകലാശാലയായിരുന്നു നളന്ദ.
നളന്ദ സർവകലാശാല ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തിലാണ് പഠിക്കുക. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹ്യ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാർഷിക ഉൽപാദനത്തിലെ വർധനവ്, കൃഷിയുമായി ബന്ധപ്പെട്ട നൂതന അറിവുകൾ വർദ്ധിച്ചു. സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പുതിയ ആശയങ്ങൾ ഉയർന്നു വരികയും സമൂഹത്തെയും രാജ്യഭരണത്തെയും ഇത് സ്വാധീനിക്കുകയും ചെയ്തു. സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പുതിയ ആശയങ്ങൾ ഉയർന്നു വരികയും സമൂഹത്തെയും രാജ്യഭരണത്തെയും ഇത് ഒരുപോലെ സ്വാധീനിക്കുകയും ചെയ്തു. ശാസ്ത്രം, കല, സാഹിത്യ മേഖലകളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ് ഗുപ്ത കാലഘട്ടം. ശാസ്ത്രം, കല, സാഹിത്യ മേഖലകളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായ കാലഘട്ടം എന്ന് ചോദിച്ചാൽ അത് ഗുപ്ത കാലഘട്ടമാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായ സാമൂഹ്യ മാറ്റങ്ങളെ പറ്റി. കാർഷിക ഉൽപാദനത്തിൽ വർധനവുണ്ടായിരുന്നു ഗുപ്ത കാലഘട്ടത്തില്. കൃഷിയുമായി ബന്ധപ്പെട്ട് നൂതന അറിവുകൾ വർദ്ധിച്ചു ഗുപ്ത കാലഘട്ടത്തില്. സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പുതിയ ആശയങ്ങൾ ഉയർന്നു വരികയും സമൂഹത്തെയും രാജ്യഭരണത്തെയും ഇത് സ്വാധീനിക്കുകയും ചെയ്തു. ശാസ്ത്രം, കല, സാഹിത്യ മേഖലകളിൽ വൻതോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. സുഹൃത്തുക്കൾ, ഇത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ 5ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്ര മേഖലയുടെ 2ാം ഭാഗത്തിൽ പഠിച്ചത്. ഒരല്പം ഡീപ്പായിട്ടുള്ള ക്ലാസ് ആണിത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ രണ്ടോ മൂന്നോ തവണ നമ്മുടെ ക്ലാസ് കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാകും. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ PSCയിൽ ചോദിക്കുന്നുണ്ട്. ആദ്യ നാൾ മുതലേ ചോദിച്ചു തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.